സമയം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ടാവും. നേരം പരപരാന്നും പറഞ്ഞിങ്ങനെ വെളുത്തു തന്നെയുള്ളൂ കേട്ടോ. ഇന്നലെ രാത്രി നല്ല കാറ്റും മഴേൻ്റെ പേരിലൊന്നും പറയണ്ട. നമുക്ക് ആ ഒരു അന്തരീക്ഷത്തിൽ വന്നേക്കണ വ്യത്യാസം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കണം. നമ്മപ്പോൾ വലയിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും വല പിടികൂടാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ആഴക്കടലിലെ മീൻപിടുത്തത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ആഴക്കടലിലെ മീൻപിടുത്തവും നമ്മുടെ കടലിലെ വൈവിധ്യമാർന്ന കാഴ്ചകളൊക്കെ നമ്മുടെ പേജിനകത്ത് വരുന്നതായിരിക്കും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കട്ടെ. തിരമാലകളെ മുറിച്ച് കിടന്നിട്ട് പയ്യെ പയ്യെ ഞങ്ങളുടെ ബോട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ അല്ലട്ട പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഊഞ്ഞാലാടണ പോലെ ആടിയാണ് നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചായക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ സ്റ്റോർ റൂമിലാണ് വെക്കണം. അതായത് ഈ സ്വീറ്റ് പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചീത്തായി പോകാതിരിക്കാൻ സ്റ്റോർ റൂമിൻ്റെ മുകളിൽ നമ്മൾ ഐസും വീണ് വെക്കണം. അപ്പോൾ അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകില്ല. അപ്പോൾ നമ്മുടെ ആൻറ്റി ചേട്ടൻ സ്റ്റോറിൽ ഇറങ്ങിയിട്ട് സ്വീറ്റ് പൊറോട്ട എടുക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കണതിൻ്റെ പേരിൽ ഒരു ഗ്ലാസ് കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ വലയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വല കയറ്റുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാകും എന്താണ് നമ്മുടെ വലയിൽ കിട്ടിയേക്കണേ എന്നുള്ളതൊക്കെ. ഞാനത് പറഞ്ഞറിയിക്കണില്ല, നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ തന്നെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. പല കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്, കടലിൽ പോയി വെറുതെ പിടിച്ചുമ്പോൾ തന്നെ മീനുകൾക്കാണ് 400-500 രൂപക്കൊക്കെ വിൽക്കണേ എന്നുള്ളത്. നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടാണ് നമ്മൾ ഓരോ മീനുകളെയും പിടിച്ചു കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾക്ക് ഈ കാണുമ്പോൾ അറിയാൻ പറ്റും, വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടെ ബെന്നിച്ചനും അതുപോലെ രാജേഷ് ചേട്ടനും ഉല്ലാസ് ചേട്ടനും കൂടി ഇതേ ഇവിടെ നല്ല തണുപ്പത്തിരുന്ന് സ്വീറ്റ് പൊറോട്ടയും കട്ടൻ ചായയൊക്കെ കുടിക്കേണ്ട. നിലവിൽ ഞാനിപ്പോൾ കാണിച്ച കാറ്റും കോളും കഴിഞ്ഞ ആ ഒരു കടലിൻ്റെ അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കടലിലെ യഥാർത്ഥ ഒരു സ്വഭാവമല്ല. അത് ഇതിനേലും ഒരു 10 ഇരട്ടി നമുക്ക് ഭയാനകമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ കിടക്കുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് കാണിച്ചതാണ്. റോളിംഗ് ഒക്കെ കൂടിക്കഴിയുമ്പോൾ നമുക്ക് കിടക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കിടക്കും. അപ്പോൾ ഞാനിപ്പോൾ ആ പോളിസ്റ്ററിൻ്റെ പാൻറ് ഇട്ടതിൻ്റെ പേരിലാണ് നമുക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടാത്തത്. നിക്കറായിരുന്നെങ്കിൽ ഇതുപോലത്തെ റോളിങ്ങിൽ ഞാൻ റോളാവില്ല കേട്ടോ. അതിങ്ങനെ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കാണിച്ചാണ്. അതേസമയം റഫാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാനേ പറ്റൂല. അപ്പോൾ അതേ നമ്മൾ വല പിടിക്കാനായിട്ട് പോകേണ്ട, വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള ആട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. മഴക്കാരും മഞ്ഞിട്ട് അങ്ങ് ദൂരെ നിന്ന്. വല പിടിച്ച് ഞങ്ങളൊരു 20% കയറ്റിക്കഴിഞ്ഞപ്പോൾ പിന്നീട് വല അങ്ങോട്ട് അനങ്ങണില്ല. എന്തൊക്കെ ചെയ്തിട്ട് പിന്നീടാണ് മനസ്സിലായത് എന്തോ ഉടക്ക് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അനങ്ങാത്തതെന്നുള്ളത്. ഒന്നില്ലെങ്കിൽ ഉടക്ക് പിടിക്കുമ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ വലയിൽ നിറച്ച് മീൻ കയറുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് വലയിട്ടിട്ട് വരാനായിട്ട് പറ്റില്ല. എന്തായാലും വല എന്തായാലും പിടിച്ചു തരണം. അതിപ്പോൾ കാറ്റായാലും മഴയായാലും കോളായാലും എന്തായാലും വല നമുക്ക് കയറ്റണം. അപ്പോൾ ഈ വല എങ്ങനെയാണ് കയറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ റോപ്പിനകത്ത് റോപ്പ് എടുത്തിട്ട് വലയിൽ കെട്ടിയിട്ട് വീഞ്ചുമ്പോൾ കൊടുത്ത് വീഞ്ചിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ വല വലിച്ച് കയറ്റുന്നുണ്ട്. വീഞ്ചെന്ന് പറഞ്ഞാൽ ഹെവി ഡ്യൂട്ടിയാണ്. എന്തോരം ലോഡ് വേണമെങ്കിലും നമ്മുടെ വീഞ്ച് എടുത്തോളൂ. അപ്പോൾ 2 സൈഡിൽ കൂടെ റോപ്പിട്ട് നമ്മുടെ വല വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണണം. എന്തോ ഒന്ന് തടഞ്ഞിട്ടുണ്ട്. നല്ല ടൺ വെയിറ്റാണ് നമ്മുടെ വലയിനകത്ത് കൊണ്ടേക്കണം. എന്താണെന്ന് നമുക്ക് വല വലിച്ച് കയറ്റി കഴിയുമ്പോൾ നോക്കട്ടെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നല്ലൊരു കാറ്റും കോളും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി.
നമുക്ക് നേരെ നിൽക്കാൻ പോലും പറ്റില്ല. അതായത് ബോട്ടിനെ എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുള്ളൂ. അങ്ങനെ അടിക്കണ സമയത്ത് ഈ റോപ്പിലോടാകുമ്പോൾ ഇത് പൊട്ടിപ്പോവും. അങ്ങനെ ഓരോ അപകടങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല ഈ വലയൊക്കെ പൊട്ടി, ഈ റോപ്പ് പൊട്ടി വല നേരെ വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വലയിനകത്ത് ആരെങ്കിലും ഇങ്ങനെ ചവിട്ടി നിൽക്കണമെങ്കിൽ അവരും നേരെ കടലിലേക്ക് ഉണ്ടാവും. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ ഇങ്ങനെ പണിയെടുക്കണതിൻ്റെ പുറകിൽ. ശരിക്കും ജീവൻ പണയം വെച്ച് പോണ പണിയാണ് കടലിലെ പണി എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞച്ചൻ ചേട്ടൻ ഈ വലയമ കെട്ടണ കെട്ടിലുണ്ട്. ഇതുപോലെ പയ്യെ പയ്യെ ലോഡ് ചെയ്താണ് നമ്മുടെ വല ബോട്ടിലേക്ക് ഇപ്പം കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 40% 50% വലയോളം കയറി കഴിഞ്ഞ് അങ്ങനെ വല നമ്മ ഒരു കണക്കിന് കയറ്റി നേരെ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിരുന്നുണ്ട്. കുറച്ച് കീറിയൊക്കെ പോയിട്ടുണ്ട്. അത് പോണ വഴിക്ക് നമ്മൾ തിന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചരക്ക്, അതായത് നമ്മുടെ കോടൻ്റെ ബോട്ടിൻ്റെ അടുത്ത് വന്ന് അടുത്തേക്കാണ് ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നോക്കി ഹെവി ആയിട്ടുള്ളൊരു കിടിലം പുള്ളിയാണ്ട നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് കിടക്കണത്. ഇതിനി പൊക്കി കയറ്റുമ്പോൾ ഒരു കാഴ്ച തന്നെ ആയിരിക്കുള്ളൂ. വേറൊന്നുമല്ല, നമ്മുടെ ഞണ്ടാണ്. ഞാനിതിന് മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ടൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ പലരും ചിന്തിക്കും പിന്നെ എന്തിനാണ് പിടിക്കണത്. ഒരിക്കലും നമ്മ ഇതുങ്ങൾക്ക് വലയിടുന്നില്ല. ഇതുങ്ങൾ അബദ്ധ വെച്ചാൽ കയറിപ്പോണാണ്. പടിഞ്ഞാറ് കാണുന്ന ഒരു ഞണ്ടാണ്ട്. ഇത് വെറും വെള്ളമാണ്. നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് ഒരു പൊടി പൊടിച്ച് കഴിഞ്ഞാൽ അത് വെള്ളമാണ് അതിൻ്റെ ഉള്ളിൽ, അല്ലാതെ മാംസമൊന്നുമില്ല. ഇതിൻ്റെ കച്ചവടം കൊല്ലത്തുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെയെങ്കിലും ഇതിൻ്റെ കച്ചവടമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പൊക്കി കയറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിച്ച ഡീസൽ കാശിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഈ ഒരു വലയിനകത്ത് ഉണ്ടാകുന്ന അറിയാനായിട്ട് കുറഞ്ഞ കണവേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും കടോരിക്കോളൂ. കാരണം ഇത്രയും ഞണ്ട് കിടക്കാൻ നേരത്ത് ഇപ്പോൾ വലിച്ച ഡീസലിനുള്ള കടം കിട്ടൂല, പൈസ നമുക്ക് ചിലവിന് കിട്ടൂല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പൊക്കി കയറുന്നത്. അപ്പോൾ അതേ നമ്മുടെ നേരത്തെ വന്ന ഒരു മഴക്കാരി കാറ്റടിച്ചെങ്ങ് പോയിട്ടാ. മഴയില്ല, പക്ഷെ കാറ്റ് നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു ടെമർ പുള്ളി കയറി വന്ന ഒരു കാഴ്ചയാണ് ഈ കാണണം. എങ്ങനെ പോയി കഴിഞ്ഞാലും 1 ടണ്ണിന് മേലെ ഉണ്ടാവട്ടെ ഇതിൻ്റെ ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത് വലിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു പണി കിട്ടിയിട്ടാ. നമ്മുടെ കോടൻറ്റിൻ്റെ മൂഡ് റോപ്പ് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ടൈറ്റായി പോയി. എന്തൊക്കെ ചെയ്തിട്ടും റോപ്പ് വഴിയണില്ല. അപ്പോൾ ഇത് പൊട്ടാത്തതിൻ്റെ പേരിൽ ബെന്നിച്ചൻ നമ്മുടെ കപ്പീമ കൊടുക്കുകയാണ് നമ്മുടെ കോടൻറ്റിൻ്റെ മൂഡ് റോപ്പ്. വീഞ്ചിലെടുക്കാൻ നേരത്ത് അത്രയും ലോഡായിരിക്കണതിൻ്റെ പേരിലായിരിക്കുള്ളത് പൊട്ടാത്ത. വീഞ്ചിലെടുത്ത് വലിയാൻ നേരത്ത് പൊട്ടിക്കോളട്ടെ. അപ്പോൾ അതെ, അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടോ. നമ്മുടെ കോടൻറ്റിൻ്റെ റോപ്പ് സാധാരണ എല്ലാ വീഡിയോസിനകത്ത് ഞാൻ കാണിക്കണം ഇങ്ങനെ 2 പേര് ചേർന്ന് വലിച്ചിങ്ങനെ അടിയിൽ നിന്ന് പൊട്ടിക്കണല്ലേ. പക്ഷെ ഇതങ്ങനെ പൊട്ടാത്തതിൻ്റെ പേരിൽ നമ്മൾ കപ്പീമ കൊടുത്ത് വീഞ്ചിലെടുക്കാൻ പോയിരുന്നു. അപ്പോൾ
കണ്ട കോടൻ്റെ ചരി നമ്മുടെ ചരക്ക് ചരികൾ നോക്കി അത്രയും പൊന്തിയിട്ടും ഈ സാധനം പൊട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ലോഡൊന്ന് ആലോചിച്ച് നോക്കണം എന്തോരം ടൈറ്റായിട്ടാണ് നിൽക്കണേന്ന്. കോടൻറ്റിൻ്റെ മൂഡ്രോപ്പും മാക്സിമം നമുക്ക് അപ്പിമ കൊളുത്തി പൊക്കിയിട്ട് പോലും അത് അഴിഞ്ഞില്ല കേട്ടോ. അവസാനം നമ്മുടെ വിനു ചേട്ടൻ നമ്മുടെ ബോട്ടിലയുടെ സ്ട്രാങ്ങാണ് റോപ്പുമ്മ ചുറ്റിയും കൊണ്ട് അടിച്ചൊന്ന് ചതച്ച് കളയണം, എന്നിട്ട് ഒന്നും കൂടി എടുക്കാനായിട്ട് പറയണ്ട. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മുടെ ആ ഒരു മൂഡ് റോപ്പ് പൊട്ടിയിട്ട ഇനി നേരെ നമ്മുടെ ചരക്ക് ചരിക്കും എന്നിട്ട് പൊക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഞണ്ടുകൂട്ടന്മാരെല്ലാം നമ്മുടെ ബോട്ടിലേക്ക് വീഴുക. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ചയാണ്. ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കടൽ കാഴ്ചകളുമായി ഇതുപോലെ വീണ്ടും വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട്. ഊരിപ്പോയോ? ഞണ്ടിനെ കൊണ്ട് നമ്മുടെ ബോട്ട് നിറഞ്ഞിട്ടാ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു ജീവനുള്ള ടക്കത്തിന്. ഇതേ ഈ കാണുന്ന ഒരു ചെറിയ കുരിപ്പാണ്ട നമ്മുടെ ഈ പറഞ്ഞ ഞണ്ട് ഇപ്പോൾ വലയിൽ കിട്ടിയ സാധനം. ഇതിൻ്റെ ഉള്ളിൽ വേറെ മാംസമൊന്നുമില്ല, വെറും വെള്ളമാണ്. അപ്പോൾ നമ്മൾ നേരെ എടുത്ത് ഇതിനെ കടലിലേക്ക് കളഞ്ഞുകൊണ്ടിരിക്കണം. അതിൽ വല്ല മീനാക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എക്കത്തിനെയും എടുത്ത് നേരെ കടലിലേക്ക് കളഞ്ഞുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇത് കാണുമ്പോൾ പലരും ചോദിക്കും, പലർക്കും ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ പിടിക്കണേന്നൊക്കെ പലരും ചോദിക്കും. സത്യത്തിൽ ഇതിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇടുന്ന വലയല്ല, ഇത് നമ്മുടെ വലയിനകത്ത് കയറി കിട്ടുന്നതാണ്. അപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വല കണ്ടിച്ച് വെള്ളത്തിൽ കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പൊക്കി കയറ്റി നമ്മുടെ ഡീസൽ കാശിൻ്റെ ചിലവിനുള്ള മീനെങ്കിലും ഉണ്ടാകും നോക്കിയേട്ടാ. ശരിക്കും ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം ഇതിനെ തിരിഞ്ഞളയിലും എല്ലാം കൊണ്ടും നമുക്കാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ഒരു ആരലുണ്ടായിട്ട് അതിനേക്ക് എടുത്ത് വെള്ളത്തിൽ കളയാൻ കണ്ട. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തി കിടക്കണ എനിക്ക് കാണുന്നത്. നേരെ നമ്മൾ കടലിലേക്ക് തട്ടിക്കൊണ്ടിരിക്കണം. അധികമൊന്നും ചത്തോടില്ല. കറക്റ്റായിട്ട് നമ്മൾ വാട്ടർ പമ്പിൽ നിന്ന് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ എണ്ണങ്ങളൊക്കെ ജീവനോട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നേരെ നമ്മൾ കടലിലേക്ക് തട്ടിക്കളഞ്ഞിരിക്കുന്നുണ്ട്. അതെ, ആരിൽ വീണ്ടും നമ്മുടെ ബോട്ടിലെടുത്ത് വന്നേക്കണം എനിക്ക് കാണുന്നത്. പിന്നെ ഈ ഞണ്ട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞ് തീരും. കാരണം വേറെ കഷ്ടപ്പാടൊന്നുമില്ല, നേരെ എടുത്ത് വെള്ളത്തിലേക്ക് കളയലല്ലേ. ഇതിൻ്റെ ഇടയിൽ നിന്ന് വല്ല മീനുണ്ടെങ്കിൽ അതിനെ നോക്കിയെടുക്കലാണ്. ഇത്രയും ടൺ കണക്കിന് കയറി കഴിഞ്ഞാൽ നമുക്ക് അധികം മീനൊന്നും പ്രതീക്ഷിക്കാൻ വേണ്ട. അങ്ങനെ വല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഞണ്ടിനെ തട്ടിക്കളഞ്ഞ് ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ കേട്ടോ നമുക്ക് തട്ടിക്കളയാനായിട്ട്. കഷ്ടപ്പെട്ട് നമ്മൾ പിടിച്ചു കയറ്റിയ വലയിനകത്ത് നമുക്ക് കിട്ടിയ ചരക്കാണ്ടി കാണാം. കുറച്ച് കണവുണ്ട്, അതുപോലെ കുറച്ച് കിനാവള്ളി, പിന്നെ നമ്മുടെ ഈ ചെറിയ വണ്ടി കണവെന്ന് പറയുന്നത്, പിന്നെ കുറച്ച് മീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ശീലാവും. അങ്ങനെ വേറെ എന്തോ മീനൊക്കെയാണ് കിട്ടിയത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയുമാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയത്.
അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമുക്ക് കടലിൽ മീൻ കിട്ടണമെന്നില്ല കേട്ടോ. ഇതുപോലെ കഷ്ടപ്പാടൊക്കെ കഴിച്ച് വല വലിച്ച് കയറ്റി കഴിഞ്ഞാലും അതിനനുസരിച്ചായിട്ടുള്ള കൂലി നമുക്ക് ഉണ്ടാവണമെന്നില്ല. കണ്ട ഇത്രയുമാണ് നമുക്ക് കിട്ടിയ ചരക്കുകൾ കേട്ടോ വല പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ. ഇത് നമ്മുടെ ചെലവിനുള്ള പണി പോലും കേട്ടോ. ഇതുപോലെയാണ് ചില സമയങ്ങളിൽ കടലിലെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ. കണ്ട അതെ കിനാവള്ളി, ഒരു അരക്കൊട്ട കിനാവള്ളി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതെ ഒരു അരക്കൊട്ട കണവ, പിന്നെ അതേ കുറച്ച് ശീലാവ്, അതുപോലെ നമ്മുടെ ചെറിയ കണവ, വണ്ടിക്കണവ, പിന്നെ അത് ഈ കാണുന്ന 3-4 മീനും, ഒരു 3 ഉണ്ണിമീനും, പിന്നെ ഒരു ഞണ്ടും, ഒരു സ്രാവും മീനും, പിന്നെ അതേ 3 സ്ക്വിഡും. കണ്ട ഇത്രയുമാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കടലിലെ കഷ്ടപ്പാട്. വെറുതെ പോയി നമ്മൾ വലയിട്ട് മീനെ പിടിച്ചുകൊണ്ട് തന്നെ അല്ല കേട്ടോ, എല്ലാ പണിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വലയിടാനായിട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കിടിലം വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.